ടൈറ്റിൽ തർക്കമുണ്ട്. ഞങ്ങൾക്ക് തർക്കമുള്ള ആ പ്രശ്നത്തിനകത്ത് ക്ലെയിം നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ കോടതി പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, ഈ പൈസ ഇങ്ങനെ കൊടുക്കൂ, അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിവയ്ക്കൂ, ഏത് പറഞ്ഞാലും അതിന് നമ്മൾ തയ്യാറാണെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് അത്രയും മുന്നോട്ട് പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷൻ അധികം വൈകാതെ വരും. അപ്പോൾ സ്ഥലം നമ്മുടെ കയ്യിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അതിവേഗത്തിൽ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും നല്ല വ്യക്തതയുണ്ട്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അർഹമായിട്ടുള്ള സഹായം നൽകണം. അതിന് പകരം കേരളത്തോടുള്ള ഈ തെറ്റായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഈ നാടിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ അവകാശമാണ്. ആ അവകാശത്തിന് നേരെയുള്ള വെല്ലുവിളിയായിട്ടാണ് അതിനെ കാണേണ്ടത്. അപ്പോൾ ഹൈക്കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം വളരെ പ്രസക്തമാണ്. നമസ്കാരം. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന ADGP MR അജിത് കുമാർ കഴിഞ്ഞ കുറേ കാലങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനത്തിനും മലപ്പുറം വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ മുതലായ ചില സംഘങ്ങളുമായുള്ള ADGPയുടെ ബന്ധം, ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങളാണ് നിലമ്പൂർ MLA ആയ PV അൻവർ ADGP MR അജിത് കുമാറിനെതിരെ ഉയർത്തിയിരുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ADGP MR അജിത് കുമാറും ചേർന്ന ഒരു കോക്കസാണ് മുഖ്യമന്ത്രിയെ വഴിതെറ്റിക്കുന്നത് എന്ന് വരെയാണ് PV അൻവർ ഒരിക്കൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത്. അതുകൊണ്ട് ഭരണപക്ഷത്തുള്ള MLA-മാർക്ക് വരെ മുഖ്യമന്ത്രിയെ സമീപിക്കുവാനോ ഒരു കാര്യം പറയുവാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു. കേരളത്തിലെ ക്രമസമാധാനം അമ്പേ തകരാറിലായിരിക്കുന്നു എന്നാണ് അന്ന് PV അൻവർ ADGP MR അജിത് കുമാറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. ഇതിനിടയിലാണ് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് മറ്റു ചില വിവാദങ്ങൾ കൂടി മുന്നോട്ട് വന്നത്. ADGP MR അജിത് കുമാറിൻ്റെ ഒറ്റ താല്പര്യം കൊണ്ട് മാത്രമാണ് തൃശൂർ പൂരം കലങ്ങിയതെന്നും തൃശൂർ പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനെ ഉപയോഗിച്ചുകൊണ്ട് ADGP MR അജിത് കുമാർ തൃശൂർ പൂരം കലക്കുകയായിരുന്നു. BJPക്ക് കേരളത്തിൽ നിന്നും ഒരു സീറ്റ് നേടുവാൻ വേണ്ടി, സുരേഷ് ഗോപിയെ തൃശൂരിൽ നിന്ന് ജയിപ്പിക്കുവാൻ വേണ്ടി ADGP MR അജിത് കുമാർ പിണറായി വിജയന്റെ വിശ്വസ്ത സജീവനായി നിന്നുകൊണ്ട്, വിശ്വസ്ത ദൂതനായി ചെന്നുകൊണ്ട് RSSന്റെ ദേശീയ ചുമതലയുള്ള സെക്രട്ടറി, കേരളത്തിൻ്റെ ചുമതലയുള്ള കർണാടകക്കാരനായ ദത്താത്രേയ ഹൊസബളയെ കണ്ടു എന്നുള്ളതായിരുന്നു അന്ന് ഉയർന്നു കേട്ട ആരോപണങ്ങൾ. മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ഉദ്യോഗസ്ഥനാണ് ADGP MR അജിത് കുമാർ എന്നാണ് ഒരു പരക്കം പറച്ചിലുകൾ ഉണ്ടായിരുന്നത്. എന്തായാലും ഇതിനുശേഷം മുഖ്യമന്ത്രിയെ ADGPയുടെ സ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഉയർന്നപ്പോഴായിരുന്നു കുറച്ചു കാലം ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തിയത്. എന്നാൽ ഇപ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി ADGP അജിത് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ DGP ആയി ശുപാർശ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. DGP ആയി ശുപാർശ ചെയ്തിരിക്കുന്നത് 4 അംഗ സമിതിയാണ്. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, വിജിലൻസ് ഡയറക്ടർ, DGP എന്നിവരടങ്ങുന്ന 4 അംഗ സംഘമാണ് ADGP MR അജിത് കുമാറിനെ DGP ആക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാലക്രമത്തിൽ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി DGP ആയി MR അജിത് കുമാർ സ്ഥാനാരോഹണം ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതേ തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും CPM-ലും മുറുമുറുപ്പ് ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പ്രതിപക്ഷ കക്ഷികളും പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ നയവൈകല്യങ്ങൾക്കെതിരെയും പരസ്യമായി തന്നെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ വ്യവസായ വകുപ്പ് മന്ത്രിയും നിയമ വകുപ്പ് മന്ത്രിയുമായ P രാജീവിനെ കണ്ടപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട്, ധൃതി പിടിച്ചുകൊണ്ടാണോ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി DGP ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് P രാജീവ് നൽകിയ മറുപടി വളരെ രസകരമായിരുന്നു. ചട്ടങ്ങൾ മറികടന്നുകൊണ്ടാണ് എന്നുള്ളത് ആര് പറഞ്ഞു? പെട്ടെന്ന് ധൃതി പിടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എന്നുള്ളത് ആര് പറഞ്ഞു? അത് നിലവിലുള്ള ചട്ടങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത് എന്നാണ് P രാജീവ് തുറന്നടിച്ചത്. RSSുമായി കേരള സർക്കാരിനുള്ള ബന്ധമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എന്നൊരു ആരോപണം ജനങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ എന്ത് മറുപടി പറയും എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ P രാജീവിനോട് ചോദിച്ചപ്പോൾ മന്ത്രി ചിരിച്ചുകൊണ്ട് ഇത് ആരുടെ മൈക്കാണെന്ന് ശ്രദ്ധിക്കുകയുണ്ടായി. നിങ്ങൾ മീഡിയ വൺ ആണല്ലോ അല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് അവരെ കളിയാക്കുന്ന തരത്തിൽ, പരിഹസിക്കുന്ന തരത്തിൽ തന്നെയാണ് മന്ത്രി പിന്നീട് അതിന് മറുപടി നൽകിയത്. വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ADGP MR അജിത് കുമാറിനെ വഴിവിട്ടാണോ അല്ലെങ്കിൽ ചട്ടങ്ങൾ മറികടന്നുകൊണ്ടാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ DGP ആക്കാൻ തുനിയുന്നത് എന്നുള്ള കൃത്യമായ വിശദീകരണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഒരു തിടുക്കമില്ല, അതിനൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച കാര്യങ്ങളെല്ലാം വരുള്ളൂ. സാധാരണ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ മാത്രമേ അതിനകത്ത് പ്രത്യേകിച്ച് പ്രതിപത്തിയോ പ്രത്യേകിച്ച് വിവേചനമോ കാണാൻ പാടില്ല എന്നുള്ളതാണല്ലോ ഞങ്ങളെല്ലാം എടുത്തിട്ടുള്ള പ്രതിജ്ഞ. അതിനനുസരിച്ച്
അല്ല, അതിൽ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടല്ലോ. ആ മാനദണ്ഡങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരു കമ്മിറ്റി നൽകുക. ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ആരോടെങ്കിലും പ്രത്യേക താല്പര്യമോ ആരോടെങ്കിലും വിവേചനമോ കാണിക്കില്ല. കമ്മിറ്റി മാനദണ്ഡങ്ങൾ അനുസരിച്ച് പരിശോധിച്ച് വരുമ്പോൾ അത് വിലയിരുത്തിയിട്ട് തീരുമാനമെടുക്കും, അത്രേ ഉള്ളൂ. അത് പക്ഷെ മാനദണ്ഡത്തിൽ ഉണ്ടോ എന്നറിയില്ല. അത് നിങ്ങളുടെ മാനദണ്ഡം വളരെ സ്പെസിഫിക് ആയിരിക്കുമല്ലോ. ഇതെല്ലാം സെൻട്രൽ സർവീസ് അല്ലേ, അതിന് പ്രൊമോഷൻ മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം നിങ്ങൾ നോക്കിക്കോ. എന്നിട്ട് അതിൽ വിവാദങ്ങൾ ഉള്ളവരൊന്നും ഉൾപ്പെടുത്തരുന്നൊരു മാനദണ്ഡം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്ത് തെറ്റാകാനിടയുണ്ട്. ഒന്ന് നോക്കിക്കോ. സർക്കാരിന്റെ RSS ബന്ധം എന്നുള്ള രീതിയിൽ പുതിയ വിവാദം ഉയർന്നു വരും. അത് എങ്ങനെയാ? അതെങ്ങനെ അങ്ങനെ മീഡിയ കൊണ്ടെങ്കിൽ തോന്നുന്നല്ലേ? എന്ന് വെച്ചാൽ നിങ്ങൾ വേണ്ടത് നമുക്കൊരു സംവിധാനത്തിനകത്ത് നിന്നിട്ടല്ലേ പ്രവർത്തിക്കുന്ന എല്ലാവരും. അപ്പോൾ അതിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ചെല്ലാം ചെയ്യുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിൽ ചെയ്യുമല്ലോ. മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുക. മാനദണ്ഡങ്ങളിൽ ഞങ്ങൾ പ്രത്യേക താല്പര്യമോ പ്രത്യേക വിവേചനമോ സർക്കാർ കാണിക്കില്ല. മാനദണ്ഡങ്ങൾക്കെതിരായിട്ട് ആർക്കും ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല. അല്ല, ഞാൻ പറഞ്ഞു അത് ആ പ്രശ്നത്തിലല്ലേ, ഇത് ഈ പ്രശ്നത്തിലല്ലേ. ഇത് ഇതിൻ്റേതായ മാനദണ്ഡം, അതിൽ ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവുമല്ലോ. ആ നിലപാട് വെച്ചിട്ടാണ്. കാരണം ഇതെല്ലാം ഒരു കേന്ദ്ര സർവീസിനകത്തുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ്. മറ്റ് പ്രശ്നത്തിൽ ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ഈ പ്രശ്നത്തിലാണ്. ലോക്സഭയിൽ നേരത്തെ അവതരിപ്പിച്ചല്ലോ. നിങ്ങളിപ്പോൾ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് ഹൈക്കോടതി വളരെ ഗൗരവമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ആ ചോദ്യമല്ല, നിങ്ങളിത് നേരെ എതിരെയുള്ളതല്ല ആദ്യം ചോദിക്കുള്ളൂ. നമുക്ക് ഇങ്ങോട്ട് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇനിയിപ്പോൾ പ്രധാനമന്ത്രി വന്ന വിമാനത്തിൻ്റെ ബില്ല് എപ്പോഴാണ് വരാമെന്നുള്ളൊരു ഉത്കണ്ഠ നമുക്ക്. വയനാട് വന്നൊരു വിമാനത്തിൽ പ്രത്യേക വിമാനമല്ല, അതിൻ്റെ ബില്ലും കൂടി വരാനിടയുണ്ട്. ഇത് ഹൈക്കോടതി തന്നെ ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചല്ലോ. എന്നുവെച്ചാൽ ഇത്തരം ഘട്ടങ്ങളിൽ ചെയ്യുന്ന സഹായത്തിന് അങ്ങോട്ട് പണം ചോദിക്കുക, ഇങ്ങോട്ടൊന്നും തരാതിരിക്കുക. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും, നിങ്ങൾ കുറേ എടുക്കുന്നുണ്ട്, എല്ലാവരും ഒരേപോലെ തന്നെ ഏറ്റെടുക്കേണ്ട പ്രശ്നമാണ്. സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെടുത്താവുന്നതാണ് ഈ മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ദുരന്തമെന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സർക്കാർ പരമാവധി വേഗത്തിൽ പോകാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ 2 സ്ഥലങ്ങൾ ഏറ്റെടുക്കാനുള്ള തീരുമാനം നോട്ടിഫൈ ചെയ്തു. എന്നാൽ സ്ഥല ഉടമകൾ കോടതി പോയപ്പോൾ നമ്മൾ വ്യക്തമാക്കി, ഈ കോടതി പറയുന്ന അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കൽ നിയമം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നഷ്ടപരിഹാരം എന്ത് തർക്കമുണ്ടെങ്കിലും നമ്മൾ വേണമെങ്കിൽ കോടതിയിൽ കെട്ടിവയ്ക്കാം. ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് പൊസഷൻ കിട്ടണം, അഡ്വാൻസ് പൊസഷൻ കിട്ടണം. ഇപ്പോൾ ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കാൻ അനുമതി നൽകുകയാണെങ്കിൽ അഡ്വാൻസ് പൊസഷൻ എടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ടൈറ്റിൽ തർക്കമുണ്ട്, ഞങ്ങൾക്ക് തർക്കമുള്ള ആ പ്രശ്നത്തിനകത്ത് ക്ലെയിം നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ കോടതി പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, ഈ പൈസ ഇങ്ങനെ കൊടുക്കൂ, അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിവയ്ക്കൂ, ഏത് പറഞ്ഞാലും അതിന് നമ്മൾ തയ്യാറാണെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് അത്രയും മുന്നോട്ട് പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷൻ അധികം വൈകാതെ വരും. അപ്പോൾ സ്ഥലം നമ്മുടെ കയ്യിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അതിവേഗത്തിൽ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും നല്ല വ്യക്തതയുണ്ട്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അർഹമായിട്ടുള്ള സഹായം നൽകണം. അതിന് പകരം കേരളത്തോടുള്ള ഈ തെറ്റായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഈ നാടിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ അവകാശമാണ്. ആ അവകാശത്തിന് നേരെയുള്ള വെല്ലുവിളിയായിട്ടാണ് അതിനെ കാണേണ്ടത്. അപ്പോൾ ഹൈക്കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം വളരെ പ്രസക്തമാണ്. അതവിടെ നോട്ടെ, ആ ടെക്നിക്കൽ പ്രശ്നം നിൽക്കട്ടെ. ഇനി അവർ കണക്ക് അവർക്ക് ബോധ്യപ്പെട്ടില്ല. എല്ലായിടത്തും കണക്ക് ബോധ്യപ്പെട്ടിട്ടാണ് നിങ്ങൾ കൊടുത്തത്. എല്ലാ സ്റ്റേറ്റിലും പോയതിൻ്റെ പിറ്റേ ദിവസം കൊടുത്ത സ്ഥലങ്ങളില്ലേ, പോകാതെ കൊടുത്ത സ്ഥലങ്ങളില്ലേ. ഈ പോയിട്ട് ഇപ്പോൾ അത് പരിശോധിക്കട്ടെ. നമ്മുടെ നിലപാട് കോടതി പറഞ്ഞിട്ടുണ്ട്, കോടതി നോക്കിക്കോട്ടെ. പക്ഷെ അതല്ലല്ലോ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ കാണേണ്ടത്.